നിലാസ് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ അമ്മയുടെ വായിൽ നിന്നും അലീന ആരാണെന്നുള്ള സത്യം അറിഞ്ഞതിൽ പിന്നെ വൈജയ്ക്ക് എന്തെന്നറിയാത്ത ഒരു വലിയ വിഷമത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തന്നെ സ്നേഹിച്ചു ചതിച്ചു പോയ സ്റ്റാൻലിയേക്കാൾ വൈജയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടത് തൻ്റെ ബാലചന്ദ്രൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ ഈ അകൽച്ച വൈജയെ വളരെ വിഷമത്തിലാക്കിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അലീന ആ വീട്ടിൽ വന്നു കയറിയതിനു ശേഷം ബാലചന്ദ്രൻ്റെ ഈ അകൽച്ചയും മക്കളുടെ ഈ അകൽച്ചയും വൈജയ്ക്ക് താങ്ങാൻ കഴിയാഞ്ഞത്. വൈജയ്ക്ക് ബാലചന്ദ്രനെയും മക്കളെയും തന്നോടൊപ്പം തന്നെ വേണമെന്നുള്ള മതിയായ ആഗ്രഹമായിരുന്നു അലീനയോടുള്ള വെറുപ്പ് കൂടാൻ കാരണം. എന്നാൽ പക്ഷേ അലീന തൻ്റെ സ്വന്തം മകളാണെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും ആ വീട്ടിൽ നടക്കില്ലായിരുന്നു. ബാലചന്ദ്രനും മക്കളുമൊത്ത് ഞാനും അലീനയെ സ്നേഹിച്ചേനെ. എന്നാൽ പക്ഷേ ബാലചന്ദ്രന് ഇതെങ്ങനെ സഹിക്കാൻ കഴിഞ്ഞു? കാരണം അലീന എനിക്ക് മറ്റൊരാളിലുണ്ടായ മകളാണെന്നറിഞ്ഞിട്ടും ബാലചന്ദ്രൻ എങ്ങനെയാണ് അവളെ സ്നേഹിക്കാൻ കഴിഞ്ഞതെന്നുള്ള മനസ്സിലാവാത്ത ഒരു ചിന്താഗതിയിലായിരുന്നു വൈജ. മറ്റൊരാളായിരുന്നുവെങ്കിൽ ബാലചന്ദ്രൻ്റെ സ്ഥാനത്തെങ്കിൽ എത്രമാത്രം നോവിച്ചേനെ അലീനയെ. പക്ഷേ ഇവിടെ ബാലചന്ദ്രനാകട്ടെ അലീനയെ ചേർത്ത് പിടിച്ച് നടന്നിട്ടേയുള്ളൂ ഇപ്പോൾ വരെ. അവൾക്കൊരച്ഛൻ്റെ സ്ഥാനം കൊടുത്തു തന്നെയായിരുന്നു ബാലചന്ദ്രൻ അലീനയെ നോക്കിയിരുന്നത്. പക്ഷേ ഇതൊന്നും എനിക്കിത്രയും നാൾ മനസ്സിലായില്ലല്ലോ എന്നുള്ള വേദനയിലായിരുന്നു വൈജ. എന്തിരുന്നാലും ഞാനൊരു കുറ്റക്കാരി തന്നെയാണ്. അത് മാറ്റാൻ ആർക്കും കഴിയില്ല. കാരണം ഇത്രയും നാൾ ബാലചന്ദ്രനോട് ഞാനിത് ഒളിപ്പിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ ഇത്രയും വെറുപ്പ് എന്നോട് തോന്നാൻ കാരണം. എൻ്റെ ഏട്ടന്മാർക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? എന്തിനാണ് എന്നോടിത് മറച്ചു വെച്ചതെന്ന് വൈജയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈജ ഇതെല്ലാം ആലോചിച്ച് റൂമിൽ കിടക്കുന്ന സമയത്തായിരുന്നു ഗംഗേട്ടൻ്റെ കോള് വൈജയുടെ ഫോണിലേക്ക് വരുന്നത്. സാധാരണ പോലെ ഗംഗേട്ടൻ വിളിച്ച് സംസാരിക്കുമ്പോഴുള്ള ആ ചിരിയും കളിയും ഒന്നും ആ നേരം വൈജയ്ക്കുണ്ടായിരുന്നില്ല. എന്തോ ഒരു മൗനമായിരുന്നു ഫോൺ എടുത്തിട്ടും വൈജയ്ക്ക്. ഗംഗാധരൻ ഒരുപാട് പ്രാവശ്യം ഫോണിലൂടെ ഹലോ വൈജയ് നീ കേൾക്കുന്നില്ലെന്നൊക്കെ ചോദിക്കുമ്പോഴും വൈജയ്ക്ക് മറുത്തൊരു മറുപടി പറയാൻ തീരെ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ചു നേരത്തിന് ശേഷം വൈജ ആ ഗംഗേട്ട പറയുന്നു പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. നിനക്ക് എന്തു പറ്റി വൈജയ്? എത്ര നേരമായി ഞാൻ ഫോണിലൂടെ സംസാരിക്കുന്നു, നീയൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? അതോ കേട്ടിട്ടും മിണ്ടാതിരിക്കുകയായിരുന്നോ? ഇല്ല ഗംഗേട്ട, പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. മറുത്തു ഒരു മറുപടിയും അതിന് കൊടുക്കാതെ വൈജ തുടർന്നു. ഗംഗേട്ടൻ ഇപ്പം എന്തിനാ വിളിച്ചത്? എന്നോട് എന്തെങ്കിലും പറയാനായിട്ടാണോ? അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, നിന്നോട് എന്തെങ്കിലും പറയാൻ വേണ്ടി മാത്രമാണോ വൈജ ഞാൻ നിന്നെ വിളിക്കാറ്? അല്ലാതെ നിൻ്റെ സുഖവിവരങ്ങളൊന്നും അറിയാൻ ഞാൻ വിളിക്കാറില്ല അല്ലേ? എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നോട് മറച്ചു വെച്ച ഗംഗേട്ടനോട് വൈജയ്ക്ക് എന്തോ ഒരു ദേഷ്യം ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈജ പറയുന്നുണ്ട്, എന്നോട് സുഖവിവരങ്ങൾ മാത്രം ചോദിക്കാനായിരുന്നെങ്കിൽ എന്നെ എന്തിനാണ് വിളിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ ഏട്ടന്മാരെല്ലാവരും എന്നോട് ഒളിപ്പിച്ചു വെച്ചല്ലേ എന്തും സംസാരിക്കാറ്? വൈജയുടെ ഈ വാക്കുകൾ ഗംഗാധരൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പല ചിന്തകൾ കടന്നുകൂടി. കാരണം ഇവളെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇനി എങ്ങാനും എന്തെങ്കിലും സത്യങ്ങളിൽ അവൾ അറിഞ്ഞോ? കാരണം അല്ലാതെ അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കില്ലോ എന്ന് ആലോചിക്കുകയാണ് ഗംഗാധരൻ. എന്താണ് വൈജയ് നിനക്ക് പ്രശ്നം? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾ എന്തൊളിച്ചു വെച്ചെന്നാണ് നീ ചോദിക്കുന്നത്? നീ മര്യാദക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയ്. ഗംഗാധരൻ പറയുന്നത് കേൾക്കുമ്പോൾ വൈജയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഗംഗാധരൻ തന്നെ എന്നോട് പറയുമെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വൈജ ഒന്നും മിണ്ടിയില്ല. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? നിൻ്റെ കാലുവേദനയൊക്കെ മാറിയോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വൈജയ്ക്ക് മനസ്സിലെ ആ ദേഷ്യം പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗംഗേട്ടനോട് വൈജ ചോദിക്കുന്നുണ്ട്, ഗംഗേട്ട, എൻ്റെ ശരീരത്തിനുള്ള വേദനയേക്കാൾ എത്രയും വലുതാണെന്നറിയോ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള വിഷമം? അത് നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ?
അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ട് എന്നോട് ഒളിപ്പിച്ചു വെക്കുകയും മാത്രമാണോ ചെയ്യുന്നത്? ഗംഗേട്ട, ബാലചന്ദ്രൻ എന്നെ വെറുക്കാൻ പ്രധാന കാരണം എന്താണെന്ന് ഗംഗേട്ടൻ അറിയോ? ഗംഗേട്ടനോടായിരുന്നില്ലേ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചത്? ഗംഗേട്ടനായിരുന്നില്ലേ ബാലചന്ദ്രനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്? ഇതെല്ലാം ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ? വൈജയുടെ വായിൽ നിന്നും സത്യങ്ങൾ അറിയുന്ന ഗംഗാധരന് പെട്ടെന്ന് ഷോക്കാവുകയാണ്. കാരണം ഇവൾ എങ്ങനെ അറിഞ്ഞു ഈ കാര്യങ്ങളെല്ലാം? കാരണം ബാലചന്ദ്രൻ പോലും ഇതൊന്നും വൈജയോട് ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വൈജ ഇതൊക്കെ അറിഞ്ഞതെന്ന് ആലോചിക്കുകയാണ് ഗംഗാധരൻ. അത് വൈജി, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? മതി ഗംഗേട്ട, ഇനി നിർത്ത്. ഇനി മതി എന്നോട് ഈ മറച്ചു വയ്ക്കലൊക്കെ. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ ഇത്രയും നാളെ എന്നോട് മറച്ചു വെച്ചില്ലേ? ഒരു വാക്ക് നിങ്ങൾക്ക് എന്നോടൊന്നും ഇതൊന്നും പറയാൻ കഴിഞ്ഞു ഇത്രയും നാളായിട്ട്? അവിടെ ബാലചന്ദ്രനുമായി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഞാൻ നിങ്ങളെയല്ലേ വിളിക്കാറ്? എൻ്റെ സ്വന്തം ഏട്ടന്മാരെ വിളിക്കാണ്ട് ഞാൻ മറ്റാരെയാണ് ഞാൻ വിളിക്കേണ്ടത്? അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ ഞാൻ നിന്നിരുന്നത്. നിങ്ങളാരും ഒന്നും എൻ്റെ അടുത്തൊന്നും മറച്ചു വയ്ക്കില്ല എന്ന ഒരു വിശ്വാസവും എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ എത്രമാത്രം ബാലചന്ദ്രനുമായി വഴക്കുണ്ടാക്കി അലീനയുടെ പേരും പറഞ്ഞ്. എന്നാൽ പക്ഷേ അവൾ എൻ്റെ മകളാണെന്ന് ഒരു വാക്ക് നിങ്ങൾക്കാർക്കെങ്കിലും എന്നോട് പറയാൻ കഴിഞ്ഞോ? ഇത്രമാത്രം വെറുപ്പ് ബാലചന്ദ്രൻ എന്നിലുണ്ടാകാൻ എന്താണ് കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതായിരുന്നു അതിൻ്റെ പിന്നിലെന്നറിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ആയിപ്പോയി. പക്ഷേ ഇതൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചതാണ് എനിക്കൊട്ടും സഹിക്കാൻ കഴിയാത്തത്. അത് വൈജെ, ഞാൻ മറ്റൊന്നും കൊണ്ടല്ല ഒളിച്ചു വെച്ചത്. നീ ഇത്രമാത്രം തകർന്നു പോകുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാലചന്ദ്രനോടും പറഞ്ഞത് ഇതൊരിക്കലും വൈജ അറിയരുതെന്ന്. പക്ഷേ നിന്നോടിത് ആര് പറഞ്ഞെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ ഗംഗേട്ട, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ആദ്യം താ. എന്തിനാണ് ഇത്രമാത്രം എന്നിൽ നിന്ന് ഇതൊക്കെ ഒളിച്ചു വെച്ചത്? ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഈ സത്യങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ബാലചന്ദ്രനുമായി ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അലീനയോട് പോലും ഞാൻ എത്രമാത്രം അവളെ ഷൗട്ട് ചെയ്തു, വേദനിപ്പിച്ചു, വാക്കുകൊണ്ട് എന്തൊക്കെ പറഞ്ഞ് നോവിച്ചു. പക്ഷേ അവൾ എൻ്റെ മകളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ? ഗംഗേട്ടൻ പറ. അലീനയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാമായിരുന്നല്ലേ ഗംഗേട്ട? അതുകൊണ്ടായിരുന്നല്ലേ അവൾ എല്ലാം സഹിച്ച് അവിടെ തന്നെ പിടിച്ചു നിന്നത്? ഇനി വൈജയോടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഗംഗാധരൻ എല്ലാ സത്യങ്ങളും വൈജയോട് തുറന്നു പറയാൻ തയ്യാറാവുകയാണ്. ബാലചന്ദ്രൻ ഫോൺ കോളിലൂടെ അലീന ആരാണെന്നുള്ള സത്യം മനസ്സിലാക്കിയതും ഇതറിഞ്ഞ് ഉടനെ തന്നെ എന്നെ കാണാൻ തൻ്റെ വീട്ടിലോട്ട് വന്നതും ബാക്കി എല്ലാ കഥകളും വൈജയോട് ഗംഗാധരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗംഗാധരൻ്റെ വായിൽ നിന്നും എല്ലാ സത്യങ്ങളും അറിയുന്ന വൈജ ഒരു നിമിഷം മിണ്ടാതെ നിന്ന് ആ കട്ടിലിൽ തന്നെ ഇരുന്ന് തലയിൽ കൈവച്ചുകൊണ്ട് ഗംഗാധരനോട് പറയുന്നുണ്ട്, ഇത്രയും മാത്രം സഹിക്കാൻ ഞാൻ എന്തു ചെയ്തു ഗംഗേട്ട? സ്റ്റാൻലി എന്നെ ചതിച്ചു പോയതല്ലേ? ഞാൻ ആ സമയത്ത് ഗർഭിണിയായി, ശരിയാണ്, വിവാഹത്തിന് മുന്നേ ഗർഭിണിയായി. പക്ഷേ ഞാൻ സ്റ്റാൻലിയെ മനസ്സുകൊണ്ട് തന്നെയാണ് ആഗ്രഹിച്ചതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതൊക്കെ. പക്ഷേ അവൻ എന്നെ ചതിച്ചു പോയതല്ലേ? എനിക്കുണ്ടായ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല എന്ന് നിങ്ങളെല്ലാവരും തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഞാൻ ഇനി ഒരു വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങളെല്ലാവരും നിർബന്ധിച്ചല്ലേ എന്നെ ബാലചന്ദ്രനുമായി വിവാഹം കഴിപ്പിച്ചത്. അപ്പോൾ ഇതിലെന്ത് തെറ്റാണ് ഞാൻ വേറെ ചെയ്തത്? വിവാഹത്തിന് ശേഷം ഒരു നിമിഷം പോലും ഞാൻ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മക്കളും ബാലചന്ദ്രനുമായുള്ള ജീവിതം മാത്രം മുന്നിൽ കണ്ടാണ് ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ ഗംഗേട്ട. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാനൊരു വിവാഹത്തിന് തയ്യാറാകില്ലായിരുന്നു. ഗംഗാധരൻ അപ്പോൾ വൈജയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, വൈജയ്, ഇത് ഞാനും അറിഞ്ഞിരുന്നില്ല. ഞാൻ മാത്രമല്ല, ആ വീട്ടിൽ ആരും അറിഞ്ഞിരുന്നില്ല, അച്ഛനൊഴികെ. അച്ഛനായിരുന്നു ഓർഫനേജിൽ ആ കുഞ്ഞിനെ കൊണ്ടുവന്നാക്കിയതും ഇത്രയും നാൾ ആ കുഞ്ഞിനെ നോക്കാനുള്ള പൈസയെല്ലാം ഓർഫനേജിൽ കൊടുത്തിരുന്നതുമെല്ലാം. ആ ഓർഫനേജ് പൂട്ടിപ്പോകുന്ന അവസ്ഥയിലായപ്പോഴാണ് അലീന നമ്മളുടെ വീട്ടിലേക്ക് വന്നത്.
അച്ഛനും ചിന്തിച്ചിട്ടുണ്ടാവില്ല വൈജയ്, ജീവിതത്തിൽ ഒരിക്കൽ ഈ ഒരു സംഭവം എല്ലാവരും അറിയുമെന്നും ബാലചന്ദ്രൻ അറിയുമെന്നും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും. അതുകൊണ്ടായിരിക്കണം അച്ഛൻ അലീനയെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് നിന്നോട് ഒരു കാര്യം കൂടി വൈജയ് ഞാൻ പറയാം. ബാലചന്ദ്രൻ എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന വൈജ വളരെ ഷോക്കാവുകയാണ്. കാരണം എന്തിനാണ് വീണ്ടും ഗംഗേട്ടനെ കാണാൻ, എന്തിനാണ് ഗംഗേട്ടൻ്റെ അടുത്തേക്ക് ചെന്നതെന്ന് ആലോചിക്കുകയാണ് വൈജ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, വൈജയ്, ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് വന്നത് സ്റ്റാൻലിയെ തേടിയാണ്. അലീനയെ എന്തായാലും നീ ആ വീട്ടിൽ പൊറപ്പിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ്റെ കയ്യിൽ അലീനയെ ഏൽപ്പിക്കാനാണ് ബാലചന്ദ്രൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലിയെ തേടി സ്റ്റാൻലിയുടെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ടായിരുന്നു ബാലചന്ദ്രൻ എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഗംഗേട്ടൻ എന്നിട്ട് സ്റ്റാൻലിയുടെ വിവരങ്ങളെല്ലാം ബാലചന്ദ്രന് പറഞ്ഞു കൊടുത്തോ? ബാലചന്ദ്രന് മുന്നിൽ നമ്മളൊരു കുറ്റക്കാർ തന്നെയല്ലേ വൈജയ്. അവന് മുന്നിൽ നമ്മൾ എന്ത് ചോദിച്ചാലും, ബാലചന്ദ്രൻ ഇതിനെക്കുറിച്ച് എന്ത് വിവരങ്ങൾ നമ്മളോട് ചോദിച്ചാലും നമ്മളെല്ലാത്തിനും അതിന് മറുപടി നൽകേണ്ടി വരില്ലേ? അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ബാലചന്ദ്രന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻലിയെ കുറിച്ച് ഇപ്പോഴും ഗംഗേട്ടന് എല്ലാ കാര്യങ്ങളും അറിയാവോ? സ്റ്റാൻലിയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷേ മുന്നത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ബാലചന്ദ്രനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഗംഗേട്ട? ഇല്ല വൈജയ്, ബാലചന്ദ്രൻ അപ്പോൾ തന്നെ ഇവിടുന്ന് പോയി. എങ്ങോട്ടേക്കാണെന്നൊന്നും എനിക്കറിയില്ല. ഉടനെ തന്നെ ഈ വിവരങ്ങളെല്ലാം എൻ്റെ അടുത്തുനിന്ന് ചോദിച്ചറിഞ്ഞ് ഇവിടെ നിന്ന് പോയി. ഗംഗേട്ടൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് വൈജ ഒരു നിമിഷം ഇല്ലാതാവുകയാണോ എന്ന് തോന്നിപ്പോയി. ഗംഗേട്ടനോടൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് താൻ നിന്നിരുന്ന ആ റൂമിലെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് വൈജ എന്തൊക്കെയോ ആലോചിക്കുകയാണ്. സ്റ്റാൻലിയെ ഇനി ബാലചന്ദ്രൻ കണ്ടുപിടിക്കുമോ? എല്ലാ വിവരങ്ങളും ബാലചന്ദ്രൻ ഇനിയും അറിയുമോ? എന്തായിരിക്കും ഇനി അലീനയുടെ വിവരങ്ങൾ? എൻ്റെയും ബാലചന്ദ്രൻ്റെയും ജീവിതങ്ങൾ ഇനി എന്തായിത്തീരുമെന്നൊക്കെയുള്ള ആലോചനയായിരുന്നു വൈജയ്ക്ക്. ഒരു നിമിഷത്തിൽ തനിക്കുണ്ടായ ആ ചെറിയ പിഴവ് ഇത്രയും പ്രശ്നത്തിൽ തന്നെ കൊണ്ടെന്നെത്തിക്കുമെന്ന് ഒരിക്കലും വൈജ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് ഒരിക്കലും മാറാത്ത ഒരു തീരാദുഃഖമായി തൻ്റെ ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വൈജ മനസ്സിലാക്കി.